എല്ലാവർക്കും ബയോമെക്കിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാലടിയിലാണ്. ബയോമെക് 10L ആണ് ചെയ്യുന്നത്. 2.5 കിലോ വേസ്റ്റിൽ നിന്ന് 1.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതിൻ്റെ വീഡിയോ വിശേഷങ്ങളാണ്. ഇൻസ്റ്റലേഷൻ്റെ സ്റ്റെപ്സാണ് കാണിക്കുന്നത് വീഡിയോയിൽ. സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് പിന്നെ ക്ലീൻ ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലാന്റിൽ എന്തെങ്കിലും ഒരു ഷേക്ക് വന്നാൽ, പ്ലാറ്റ്ഫോം ലെവലിൻ്റെ അല്ല, ഇരിക്കുന്ന മണ്ണൊക്കെ ആണെങ്കിൽ ഷേക്ക് വന്നാൽ നമ്മളത് ക്ലീൻ ചെയ്ത് വീണ്ടും നിറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പക്ഷേ ക്രാക്ക് വരാനും അതേപോലെ തന്നെ ഡാമേജ് ആവാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം എപ്പോഴും നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ ബേസ്മെൻറ്റ് കറക്റ്റ് ആക്കുന്ന പോലെ പ്ലാറ്റ്ഫോം കറക്റ്റായിരിക്കണം, അത് ലെവൽഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇരിക്കുന്ന മണ്ണാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ആ ഡ്രം ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ ആക്സസിലൂടെ തന്നെ ഡ്രം ഇടാൻ ശ്രമിക്കുക. തെറ്റിയിട്ട് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അത് ഊരിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണത്. നമ്മളാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രോപ്പറായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ കോമ്പൗണ്ട് വിടുന്നത്. ഹോസ് കണക്ട് ചെയ്യുന്ന വാൾവ് എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രാസ് ആണെങ്കിൽ പോലും വെയിലും മഴയും മാറി മാറി കൊള്ളുമ്പോൾ തുരുമ്പ് വരാനും അത് പൊട്ടിപ്പോവാനും സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരുന്ന സ്റ്റൗവിൻ്റെ ഭാഗത്തു നിന്നാണ്. സ്റ്റൗവ് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാതെ വരുന്ന സമയത്ത് ഇതിൻ്റെ നോബ് ടൈറ്റ് ആവുകയും അത് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ ഓയിൽ വെച്ചത് ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റൗവ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അതുപോലെ ബേണേഴ്സ് അടഞ്ഞു പോകുമ്പോൾ സ്റ്റൗവിൻ്റെ അടിയിലേക്ക് തീ വരാനും സാധ്യതകൾ കൂടുതലാണ്. സ്റ്റൗ കത്താതെ വന്നാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിനുശേഷമേ നമുക്ക് പ്ലാന്റിൽ വരുന്ന എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന്, ഹോസിൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റൗവിൽ നമ്മൾ ഒന്ന് ഊതി നോക്കുക, അല്ലെങ്കിൽ എയർ അടിച്ച് നോക്കുക. ബേണേഴ്സിലേക്ക് എയർ നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ ബ്ലോക്കാണ്. ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാൾവിൻ്റെ അവിടെ വാൾവ് പതുക്കെ തുറന്നതിന് ശേഷം അവിടെ ഒന്ന് കത്തിച്ച് നോക്കണം. അവിടെ കത്തി ഒരു 20 സെക്കൻഡ്സ് കഴിഞ്ഞാൽ വാൾവ് ഓപ്പണായി മാക്സിമത്തിൽ വെക്കണം. എന്നിട്ടൊരു 40-50 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആ തീ അവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈനിലോ സ്റ്റൗവിലോ എന്തോ കംപ്ലൈൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ pH മാറി മീഥേൻ കണ്ടൻറ്റ് കുറഞ്ഞു. ഇതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു അപകടവും സംഭവിക്കില്ല. ഇത് ഇൻഫ്ലേമബിൾ അല്ല. നമ്മൾ ആ വാൾവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീ കെടും. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് തന്നെയാണ് നമ്മളും അവിടെ വന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സർവീസ്, അതേപോലെ തന്നെ സോളാർ പ്ലാന്റ്സ്, ഇൻസിനറേറ്റേഴ്സ്, ഈ 3ഉം നമ്മൾ ചെയ്യുന്നതാണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ചെയ്തു തരും. ഫിക്സഡ് ബയോഗ്യാസ് പ്ലാന്റുകളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.